ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കണേ. ഇത് എഗ് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ഇതിനകത്ത് എഗ്ഗും ചിക്കനും വെജിറ്റബിൾസും എല്ലാം ചേർന്നതാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിനായി ആദ്യമായിട്ട് നമ്മൾ കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 2 മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെപ്പറും ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ കാളും ടേസ്റ്റിലാണ് ഇന്നത്തെ ഈ ഫ്രൈഡ് റൈസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിച്ച് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് കിട്ടും. ചില ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ ആലോചിക്കും. ഇതിനകത്താണെങ്കിൽ വെജിറ്റബിളും എഗ്ഗും ചിക്കനും എല്ലാം ചേർന്നതാണ്. ഇനി ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചിക്കൻ ബോൺലെസ് ചിക്കനിൽ ഞാൻ ഉപ്പ്, മുളക് പൊടി, പെപ്പർ, മഞ്ഞൾ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ലെമൺ ജ്യൂസും ഒഴിച്ച് നന്നായി മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചതാണ്. ഇതിങ്ങനെ കുറച്ച് എണ്ണയിൽ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ചിക്കൻ ഒന്നും കൂടെ ഫ്രൈ ആവാനുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതൊന്ന് മറ്റേ സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി വേറെ ഒരു നേരത്തെ മുട്ട പൊരിച്ചെടുത്ത് അതേ കടായിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈ ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എണ്ണയിൽ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ചേർത്താൽ കളറിനും രുചിക്കും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. നല്ല ലുക്കായിരിക്കും. പിന്നെ ടേസ്റ്റും കുറച്ച് മാറ്റം വരും. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനെല്ലാം നല്ല നൈസായി ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി അതിന് ശേഷം കാബേജ് ചോപ്പ് ചെയ്തതും കുറച്ച് ബീൻസും ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 2 ചെറിയ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ക്യാപ്സിക്കം കുറച്ച് ലാസ്റ്റായിട്ട് ഇടുന്നതാണ് നല്ലത്. വല്ലാതെ വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വെജിറ്റബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവട്ടെ. അധികം നേരം കുക്ക് ചെയ്യണ്ട, കളറൊക്കെ മാറിപ്പോവും. ഇനിയാണ് നമ്മൾ ഒഴിക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് 1 ഗ്ലാസ് പാലാണ്. 1 ഗ്ലാസ് പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് വറ്റിയാൽ മതി. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ബസ്മതി റൈസാണിത്. വല്ലാതെ വെന്തു പോവാതെ ഒരു 75% വേവിച്ച് വെച്ചതാണത്. ഈ റൈസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. വല്ലാതെ ഇളക്കി മറിച്ച് കഴിഞ്ഞാൽ റൈസൊക്കെ പൊടിഞ്ഞു പോവും. അപ്പോൾ ശ്രദ്ധിച്ച് പതുക്കെ മിക്സാക്കി എടുക്കണം. കുഞ്ഞരി വെച്ച് ജീര റൈസിൻ്റെ അരി വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഈ ബാസ്മതി റൈസ് വെച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ വെച്ച ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി. ഇനി ആ ചിക്കൻ ഫ്രൈ ആയത് ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ച എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുലാവിൽ കുറച്ച് പാല് ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ചൈനീസ് മണം. കുറച്ച് നേരം അടച്ചു വെച്ച് ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പുമാണ് ചേർത്തത്. ഇനി ഒന്നും കൂടെ നല്ലതുപോലെ എല്ലാം മിക്സ് ആക്കണം.
സോസുകളൊക്കെ നന്നായി മിക്സായി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. ഇനി ഫൈനലായി ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക്, മുതിർന്നവർക്കും, നോൺ വെജിറ്റേറിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചൈനീസ് ഡിഷാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യണേ.